ഇന്ന് ഞാൻ സാധാരണയായി നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താതെ തന്നെ കാണുന്ന ഒരു പ്ലാന്റിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ സൗന്ദര്യവും ഇവരുടെ ഭംഗിയും അല്ലെങ്കിൽ ഇവരുടേതായ വളമൊന്നും കൊടുക്കാതെ തന്നെ വളർന്ന് വന്ന് നമുക്കിഷ്ടം പോലെ പൂക്കളെ തരുന്ന ഈ ചെടിയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല എങ്കിൽ അത് എനിക്കൊരു സങ്കടമാകും. കാരണം എന്നാ ചോദിച്ചാൽ ഈ ചെടികൾ എന്നോട് ചോദിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഭംഗിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാത്തത്, അല്ലെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താതെ എന്ന് ചോദിക്കുന്ന പോലുള്ള ഒരു ഇത് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഇവരെ എൻ്റെ വീഡിയോയിലേക്ക് കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഭംഗിയും അവരുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങളും കൂടെ പോരുമല്ലേ? എന്നാ വാ, നമുക്കൊന്നിച്ച് ഇവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നതിൽ എന്തെങ്കിലും അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടും പറയണം കേട്ടോ. അപ്പോഴേ ഈ സുന്ദരി കുട്ടികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോഴേ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ഫ്ലവർ ആദ്യം കാണുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്നറിയോ? ഇനിയും ചിലപ്പോൾ ഒരു തമാശ പോലെയോ ഒരു രസം പോലെയോ തോന്നായിരിക്കാം. എന്നാലും എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആഞ്ഞിലി ചക്കപ്പഴത്തിൻ്റെ കളറും അത് തന്നെയല്ല, ആഞ്ഞിലി ചക്കപ്പഴത്തിൻ്റെ തോട് നമ്മൾ ഇളകി മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ആ അല്ലികൾ എങ്ങനെ ഇരിക്കുന്നോ അതുപോലത്തെ ഒരു ഷേപ്പുകളാണ് ഇതിൻ്റെ ഓരോ ഇതളുകൾക്കും, അല്ലേ? നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഞാൻ ഇന്ന് ഒത്തിരി നേരം ഇതിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ കളറ് കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല തീ കളർ, അതിനെക്കാട്ടിലും ഒരു കളറ് എനിക്കറിയത്തില്ല ഇതെന്താ പറയേണ്ടതെന്ന്. അത്ര നല്ല ഭംഗിയുള്ള കളറാണ് ഈ പൂവിന് ഉള്ളത്. ഈ ചെടികൾ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ മുറ്റമായി അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഉള്ള റോഡിൻ്റെ സൈഡ് നിറയെ ഇത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും പാകി കിളിപ്പിക്കുന്നതല്ല, എല്ലാ വർഷവും അവിടെ ഇത് വളർന്നു വരും. അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ കളകളും വളർന്നു വരും. എന്നാൽ ആ സമയങ്ങളിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അതിൻ്റെ അകത്ത് വരുന്ന കാടുകൾ പറിച്ച് നീക്കാറുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ കൂടെയുള്ള കുറേ പ്ലാന്റുകളും നശിപ്പിച്ച് കളയാറുണ്ട്. എല്ലാവരും കൂടെ തിങ്ങി നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങ് ചാഞ്ഞു പോവുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഒരു ഇത്രയും തിക്കായിട്ട് ഇതിങ്ങനെ എന്നിട്ടും വളർന്നു നിൽക്കുവാണ്. അപ്പോൾ ഇത് കൂടുതൽ പൂക്കളുണ്ടാകാനായിട്ട് ഇത് പകുതി മുക്കാൽ വളർച്ചയാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുമ്പം ഇഷ്ടം പോലെ ശിഖരങ്ങൾ വന്നിട്ട് നിറയും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കെല്ലാം ഇതൊരു നല്ലൊരു കാഴ്ചയാണ്. റോഡ് സൈഡുകളിൽ ഇത് നല്ലൊരു കാഴ്ചയായിട്ട് എല്ലാവരും കണ്ടു പോകുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഈ ചെടി പലരും നമ്മളെ കാണാതെ പെട്ടെന്ന് പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കാറുമുണ്ട് കേട്ടോ. അത് എത്ര പറിച്ചുകൊണ്ട് പോയാലും ആയിരക്കണക്കിന് അരികളാണ് പിന്നെ അവിടെ വീണ് കിളുക്കുന്നത്. അപ്പം എത്ര പറഞ്ഞാലും കുറേയേറെ തൈകൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും പറിച്ച് കളയാറുമുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ ചിന്തിക്കും, എന്തിന് എന്നെ കാണാതെ ഇത് പറിക്കുന്നു, നിങ്ങൾ പറിച്ചുകൊണ്ട് പോയിക്കോ, ഇഷ്ടം പോലെയല്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കാറുണ്ട്. അവരോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സിലങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ പൂ തരുന്നതായ ഒരു ഭംഗിയും ഈ പൂവിൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായ ആ സന്തോഷവും വളരെ വലുതാണ്. മറ്റുള്ളവർ ചെയ്യുന്നവർ തന്നെ പണ്ട് ഞാനൊരു റോഡ് സൈഡിൽ നിന്ന് കുറച്ച് അരികൾ കൊണ്ട് പാകിയതാണിത്. ഇപ്പം വർഷങ്ങളായിട്ട് ഇഷ്ടം പോലെ തൈകളാണ് ഇതിൽ നിന്ന് ഉണ്ടാകാറുള്ളതും ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാകാറുണ്ട്. ഓണത്തിൻ്റെ സമയങ്ങളിലായിരുന്നു കൂടുതൽ ഇത് ഉണ്ടാകാറുള്ളത്. ഈ പ്രാവശ്യം എന്താണോ മഴയൊക്കെ നല്ലതായിട്ട് പെട്ടെന്ന് വന്നതുകൊണ്ടായിരിക്കും അല്പം സ്പീഡായിപ്പോയി പൂക്കളൊക്കെ വരാനായിട്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് 2 കളറുണ്ട് കേട്ടോ. ഇവർ ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുമ്പം അത് കാണാനും ഒരു ഭംഗി തന്നെയാണ്. ചില സമയങ്ങളിൽ ഇവർ തരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, നമ്മൾ കുറച്ചേറെ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്ന ചെടിയെക്കാട്ടിലും വളരെ ഒരു സന്തോഷമാണ് ഇവരെ കാണുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകാറുള്ളത്. ഇവരെ സംരക്ഷിക്കേണ്ട, ഇവരെ നട്ടു വളർത്തേണ്ട, വളം കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അത് ഓരോ സമയങ്ങളിൽ അത് അരികൾ വീണ് കിളിർത്ത് വരും. അത് തന്നെയല്ല, അതിൻ്റെ സമയം കഴിയുമ്പോൾ തന്നെ പോകും, പിന്നെ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും. യാതൊരു അസുഖങ്ങളും വന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ ചെടിക്ക്. ഇതുവരെ ഒരു അസുഖങ്ങൾ ഈ ചെടിക്ക് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ പൂമ്പാറ്റകൾ വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തന്നെയാണ്.
പിന്നൊരു കാര്യം പറയേണ്ടത് എന്താണെന്നറിയാമോ, 4 മണിയൊക്കെ സമയം കഴിയുമ്പോഴത്തേക്ക് ഇവർക്കൊരു പ്രത്യേക കളറാണ് കേട്ടോ. അത് രാവിലെ ആ സമയം നല്ല ഒരു 8 മണി മുതൽ ഒരു 10 മണി വരെ ആ കളറ് എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 മണി കഴിഞ്ഞ് 4 മണി വൈകിട്ട് 4 മണിക്ക് ശേഷവും നല്ല കളറാണ്. നല്ല കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ആ പൂക്കളെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നമുക്ക് തോന്നും. അത് ഈ ചെടികളിൽ തന്നെയല്ല, പൂക്കൾ വരുന്ന എല്ലാ ചെടികളിലും 4 മണിക്ക് ശേഷം നിങ്ങളൊന്ന് ഈ പൂക്കളെയൊക്കെ ഒന്ന് നോക്കിയാലുണ്ടല്ലോ, വെയിലാറുന്ന സമയങ്ങളിൽ നോക്കിയാൽ ഭയങ്കര ഭംഗിയും കളർ കൂടുതലുമാണ് പൂക്കൾക്ക്. അപ്പം ഒത്തിരി സുന്ദരികളും ഒത്തിരി പാവവും ഒത്തിരി സംരക്ഷണതയും ഒത്തിരി ഒന്നും കെയർ ഒന്നും കൊടുക്കാതെ വളർത്തുന്ന ഈ ചെടിയെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ മറന്നു കളയല്ലേ. അവരെയും നല്ലതായിട്ട് കൂടെ കൂട്ടണം. അവരെ ഇടയ്ക്ക് എന്നൊന്ന് തലോടണം. അവരുടെ ഭംഗിയൊന്ന് ആസ്വദിക്കണം. അപ്പോഴടുത്ത പ്രാവശ്യം ഇച്ചിരിയുടെ നല്ല ഫ്ലവറുകൾ അവർ തരും, ഇച്ചിരിയുടെ വലിപ്പം കൂടിയ പൂക്കൾ തരും. അപ്പോൾ നമ്മൾ തന്നെ പറയും, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ വലിയ ഫ്ലവറായി ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്, അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ കളർ ഈ പ്രാവശ്യം ഉണ്ടായ പൂക്കൾക്കുണ്ട്, അല്ലെ 2-3 കളർ ഈ പ്രാവശ്യം ഉണ്ടായി. അങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് ഇടവരും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇവരെ ചെന്ന് സന്ദർശിക്കുകയും ഇവരുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യണേ. അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നല്ല വിശേഷങ്ങൾ, സന്തോഷമുള്ള സമയങ്ങൾ ഇന്നത്തെ ഇതാണ്. അപ്പോൾ നിങ്ങളെ അറിയിച്ചതിലും നിങ്ങളെ ഇവരെ കാണിക്കാൻ പറ്റിയതിലും പരിചയപ്പെടുത്തിയതിലും ഒത്തിരി സന്തോഷമുണ്ട്. ചില സമയങ്ങളിൽ ഒരു സങ്കടങ്ങളും ഉണ്ട് കേട്ടോ. വണ്ടികൾ കൂടുതൽ വരുമ്പോഴത്തേക്ക് സൈഡ് കൊടുക്കുമ്പം ഇവരുടെ മുകളിൽ കൂടെ കയറി ഇറങ്ങി പോകാറുണ്ട്. അത് കാണുമ്പം നമുക്ക് ഭയങ്കര സങ്കടമാവും. നമുക്ക് ഒന്നും പറയാനായിട്ടില്ല, വണ്ടി ഓടിക്കുന്നവരെ ഒന്നും പറയാനില്ല. ആ സമയത്ത് പക്ഷേങ്കിൽ അവർക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ, ഈ ചെടികൾക്ക് നേരിടുന്ന പ്രയാസം നമ്മളെ ചിലപ്പം മനസ്സിന് ഒത്തിരി ഭാരം ഉണ്ടാക്കും. എന്നിരുന്നാലും കഴിവതും ഇതിലെ പോകുന്ന വണ്ടിയിൽ പോകുന്ന ആൾക്കാരൊക്കെ കഴിവതും അത് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ കഴിവതും ആ ഭാഗത്തേക്ക് വരാതെയാണ്, ആ സൈഡ് കൊടുക്കാതെയാണ് അവർ പോകാറുള്ളത്. എന്നാൽ ചില നിസ്സഹായ സമയങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരും ചിലവർക്ക്. അത് വന്നു കഴിയുമ്പം അവർക്കൊരു സങ്കടമാവും. നമ്മളെ മുറ്റത്ത് നിൽപ്പുണ്ടെങ്കിൽ ചെറിയൊരു പുഞ്ചിരി തന്നിട്ട് അവർ പോകുന്നതും കാണാം. അത് കളിയാക്കിയുള്ളൊരു പുഞ്ചിരിയല്ല, അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാ എന്നുള്ള രീതിയിൽ അവരൊരു പുഞ്ചിരി നമുക്ക് തന്നിട്ട് പോകാറുണ്ട്. അത് കാണുമ്പം നമ്മളൊന്നും പറയാനില്ല, നമുക്കൊന്നും പറയാനില്ല അവരോട്. അങ്ങനെ ഒരു സങ്കടം ചില സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ ഫ്ലവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സംരക്ഷിക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.